വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ മുടങ്ങാതെ കാണുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അധികമധികമായി ദൈവിക അനുഗ്രഹങ്ങളിൽ നിങ്ങൾ നിറയട്ടെ. ദൈവവചനങ്ങളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഇന്നാദ്യമായി ബ്ലെസ്സിങ് ടുഡേ കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. എല്ലാ ദിവസവും ഇത് കാണുക, മറ്റുള്ളവരോട് കൂടെ ഈ ഒരു പ്രോഗ്രാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഫൈനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കാക്കനാട് നിന്നുള്ള ടാലു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയൻ PR ഈ 2016 തന്നെ കുടുംബമായി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല 2016-17 കാലഘട്ടത്തിൽ അവരുടെ ഓഫീസിലൂടെ കാൻഡിഡേറ്റ്സിൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പോൾ അതിൻ്റെ വിസ അപ്രൂവൽ എല്ലാവർക്കും ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഒക്ടോബർ 7 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഒക്ടോബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Some people have a misunderstanding that only a selected few people have the call from God. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ചില പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ ദൈവ വിളി കിട്ടുകയുള്ളൂ. It's not like that. അങ്ങനെയല്ല കാര്യങ്ങൾ. All of us, we are called by the Heavenly Father. And what is that call? Number 1, to be like His Son Jesus Christ. അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മളെല്ലാവരും സ്വർഗത്തിലെ പിതാവിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്, ദൈവവിളി പ്രാപിച്ചവരാണ്. എന്താണ് ആ ദൈവവിളി? ആ ദൈവവിളി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യേശുവിനെ പോലെ ആയിത്തീരുക. Hallelujah. Hallelujah. All of us, we have call. നമ്മളെല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. What is that call? എന്താണ് ആ ദൈവവിളി? To be like Christ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. So tell your neighbor, your call is to be like Christ. അടുത്തിരിക്കുന്ന ആളുടെ പറഞ്ഞ്, നിങ്ങളുടെ വിളി, ദൈവവിളി നിങ്ങൾക്കുള്ളത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. പറഞ്ഞേ, എന്താണ് വിളി? ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക.
So Jesus, when he came into this world, he said, I am the light of this world. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You can read that in John chapter 8 and verse number 12. നിങ്ങൾക്കത് യോഹന്നാൻ സുവിശേഷം 8-ാം 12-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയും. What did Jesus say? യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? I am the light of the world. ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. If a group of people are going through darkness, ഒരു പറ്റം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ഇരുളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, the person who has a light with him will become the group leader. ആ കൂട്ടത്തിൽ വെളിച്ചം വഹിക്കുന്ന, പ്രകാശം വഹിക്കുന്ന ഒരു വ്യക്തി ആ കൂട്ടത്തിന്റെ നായകനായി മാറുകയാണ്. For example, if 25 people are moving in darkness, നിങ്ങൾ ചിന്തിക്കുക, 25 പേർ ഇരുട്ടിലൂടെ നടന്നു but പോവുകയാണ്. only one person has a torch. എന്നാൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്. All people in the group will say, you walk ahead of us, ആ കൂട്ടത്തിലുള്ള എല്ലാവരും, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പോവുക, because you are our leader, കാരണം നിങ്ങൾ ഞങ്ങളുടെ നായകനാണ്, because you have the light. കാരണം നിങ്ങളുടെ കയ്യിൽ വെളിച്ചമുണ്ട്. So Jesus never said, I have a light with me. Jesus said, I am the light. യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഒരു വെളിച്ചമുണ്ടെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വെളിച്ചമാകുന്നു എന്നാണ്. When Jesus comes to our hearts, we have light within us. നാം യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പക്കൽ വെളിച്ചമുണ്ടാകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus is our light. യേശു കർത്താവാണ് നമ്മുടെ വെളിച്ചം. He is the light of the world. ഈ ലോകത്തിന്റെ പ്രകാശം, വെളിച്ചമായിരിക്കുന്നത് യേശു കർത്താവാണ്. Matthew chapter 5, Jesus said, you are the light of this world. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Why? Because I am there inside of you. കാരണം ഞാൻ നിങ്ങളുടെ അകത്തിരിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. I am the light, and this light is shining in you, so that you are the light of this world. ഞാൻ വെളിച്ചമാകുന്നു, ആ വെളിച്ചമായിരിക്കുന്നത് ഞാൻ നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത് കൊണ്ട് നിങ്ങൾ വെളിച്ചമായി മാറുകയാണ്. Say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? Hallelujah. ഹല്ലേലൂയ. So number one, Jesus is the light. ഒന്നാമതായി യേശു കർത്താവ് വെളിച്ചമാകുന്നു. And a person with Jesus is also a light. യേശു കർത്താവ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹവും ഒരു വെളിച്ചമാണ്. So how many of you believe that Jesus is there in your heart? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത്, നിങ്ങളുടെ ഉള്ളിൽ യേശു കർത്താവ് വസിക്കുന്നുണ്ട് എന്ന്? How many of you believe that? നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? That means you are light. അതിന്റെ അർത്ഥം നിങ്ങൾ വെളിച്ചമാകുന്നു. And you are a leader. നിങ്ങൾ ഒരു നായകൻ കൂടിയാണ്. Because the light of Jesus is shining inside of you, you can guide a group of people. കാരണം യേശുവിന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പറ്റം ആളുകളെ നയിക്കുവാൻ കഴിയുന്നതാണ്. You are a group leader. നിങ്ങൾ ഒരു കൂട്ടത്തിന്റെ നായകനാണ്. If you really shine for Jesus, people will follow you. നിങ്ങൾ യേശുവിന് വേണ്ടി പ്രകാശിക്കുകയാണെങ്കിൽ തീർച്ചയായും ആളുകൾ നിങ്ങളെ പിൻഗമിക്കാൻ പോവുകയാണ്. Say hallelujah. നിങ്ങൾ എത്ര പേർ കൈകൾ ഉയർത്തിയ ഹല്ലേലൂയ പറയും? That's when Ephesians chapter number 2, the Bible says, because this light of Jesus is inside of you, you are shining in this world like stars. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കാൻ പോവുകയാണ്. You are shining stars for Jesus. നിങ്ങൾ യേശുവിന് വേണ്ടി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. When Jesus is shining inside of you, you become a star. യേശു കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നിങ്ങൾ ഒരു നക്ഷത്രമായി മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. And the stars has a positive quality to guide others. നക്ഷത്രങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കുവാനുള്ള ചില കഴിവുകളുണ്ട്. The Bible says when Jesus was born in Bethlehem, a group of wise people from the east wanted to see Jesus. യേശു കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് ദേശത്തു നിന്നുള്ള ചില വിദ്വാൻമാർ യേശുവിനെ കാണുവാൻ വേണ്ടി പോവുകയാണ്. They had no route map with them. അവരുടെ കയ്യിൽ വഴി കാണുവാനുള്ള യാതൊരു കാര്യങ്ങളുമില്ല. They had no GPS system in their mobile phones. അവരുടെ മൊബൈൽ ഫോണിൽ GPS സിസ്റ്റം അന്നില്ലായിരുന്നു. There were no guides to lead them. അവരെ നയിക്കുവാനുള്ള ഗൈഡുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. A star of Jesus rose up and started guiding them. എന്നാൽ ഒരു നക്ഷത്രം അവിടെ ഉദിച്ച്, യേശുവിന്റെ നക്ഷത്രം അവിടെ ഉദിച്ച് അവരെ, ആ നക്ഷത്രം അവരെ വഴി നടത്തുകയാണ്. So in order to remember that even today when we make crib at Christmas, we have a star hanging at the crib.
showing that this star led the wise men to Jesus. നമ്മൾ ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു നക്ഷത്രം നമ്മൾ അവിടെ വെക്കുകയാണ്. കാരണം വിദ്വാൻമാര് യേശുവിന്റെ അടുക്കൽ വരുന്നതിന് വേണ്ടി നക്ഷത്രം വഴി നയിച്ചു എന്നുള്ളതിന് തെളിവായിട്ടാണോ, ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ നക്ഷത്രം അവിടെ വെക്കുന്നത്. Any person who is leading a person to Jesus is a star. യേശുവിലേക്ക് ആരെങ്കിലും ഒക്കെ നയിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു നക്ഷത്രമാണ്. If you are introducing Blessing Today TV program to another person, you are becoming a star of Jesus, a guiding star. നിങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ ടിവി പ്രോഗ്രാമിനെ മറ്റൊരു വ്യക്തിക്ക് പരിചയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ഒരു നക്ഷത്രമായി മാറുകയാണ്. If you are bringing some people to prayer meetings like this, you are becoming a star of Jesus. നിങ്ങൾ ഏതെങ്കിലും ഇതേപോലെയുള്ള പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ യേശുവിന്റെ ഒരു നക്ഷത്രമായി മാറുകയാണ്. Hallelujah. Hallelujah. So how many of you really want to become a star of Jesus? Can I see your hands? നിങ്ങൾ എത്ര പേർക്ക് യേശുവിന്റെ ഒരു നക്ഷത്രമായി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ള നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി എന്നെ കാണിച്ചാൽ. In your city, in your village, in your town, wherever you are, in your neighborhood, you can be a star of Jesus today. നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ എല്ലാം നിങ്ങൾക്ക് യേശുവിന്റെ നക്ഷത്രങ്ങളായി മാറുവാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. Because Jesus is light. കാരണം യേശു കർത്താവ് വെളിച്ചമാണ്. You receive light from him. അവനിൽ നിന്ന് നിങ്ങൾ വെളിച്ചം പ്രാപിക്കുകയാണ്. After receiving light from him, you shine for Jesus. യേശുവിൽ നിന്നുള്ള പ്രകാശം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ യേശുവിന് വേണ്ടി പ്രകാശിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. That's our call. അതാണ് നമ്മുടെ വിളി. Into our call is to become like Christ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. Hallelujah. Hallelujah. Some people want to be like film stars. ചില ആളുകൾക്ക് സിനിമാ താരങ്ങളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. So they will go to the beauty parlor or saloons and they will change their hairstyle like that. അവർ അതിനുവേണ്ടി ബ്യൂട്ടി പാർലറുകളിൽ, സലൂണുകളിലൊക്കെ പോയി അവരുടെ തലമുടിയുടെ സ്റ്റൈൽ അവർ മാറ്റും. They will shave like that. അവർ അതുപോലെ തന്നെ They will dress up like that. അവർ പ്രത്യേകിച്ച് ഷേവ് ചെയ്യും, ഡ്രസ്സുകൾ പ്രത്യേകിച്ച് രീതിയിൽ ധരിക്കും. Some people want to be like cricket stars. ചില ആളുകൾക്ക് ക്രിക്കറ്റ് താരങ്ങളായി മാറണമെന്നാണ് ആഗ്രഹം. So when I notice some children, some boys, they always do like this. ചില ആൺകുട്ടികളെ ഞാൻ കണ്ടപ്പോൾ അവർ എപ്പോഴും ഇങ്ങനെ വെറുതെ നടക്കുമ്പോഴൊക്കെ അവർ ഇങ്ങനെയൊക്കെ ബാറ്റ് വീശുന്ന പോലൊക്കെ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ട് നടക്കും. Why? Because they want to become a cricket star. കാരണം അവർക്ക് ഒരു ക്രിക്കറ്റ് താരമായി മാറണമെന്നാണ് അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം. But my question, who is your hero? Who is your role model? എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഹീറോ ആരാണ്? നിങ്ങൾ ആര് ആയിത്തീരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? God the Father says, my children, be like my son. സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ എൻ്റെ മകനായ യേശുവിനെ പോലെയായി തീരുക. He is the first product. അവനാണ് ആദ്യത്തെ ഉൽപ്പന്നമായി മാറിയത്. He is the perfect model. അവനാണ് ആദ്യത്തെ മാതൃക. The Bible says there is no sin in him. ആ ബൈബിൾ പറയുന്ന അവനിൽ പാപം ഒന്നുമില്ല. There is no defect in him. അവനിൽ ഒരു ഊനവുമില്ല. Take any other hero, they are famous in some certain area, but Jesus is perfect in all areas of life. ഏതെങ്കിലും ഒരു പ്രശസ്ത വ്യക്തി എടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായിരിക്കും അദ്ദേഹം കഴിവ് തെളിയിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് എല്ലാ മേഖലകളിലും പൂർണ്ണതയുള്ളവനായിരുന്നു. Some of the famous people we hear about today, in their private lives, they have a lot of mistakes. നമ്മൾ ഇന്ന് കേൾക്കുന്ന വളരെ പ്രശസ്തരായ പല വ്യക്തികളുടെയും രഹസ്യ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും പ്രശ്നങ്ങളുമുണ്ട്. Some of the great stars of people today, they are immoral. ഇന്ന് നമ്മൾ അറിയുന്ന വലിയ വലിയ താരങ്ങൾ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് അധാർമികത നിറഞ്ഞതാണ്. Some of the big people, they were caught for financial fraudness. ഒത്തിരി വലിയ വലിയ ആളുകളെന്ന് നമ്മൾ പറയപ്പെടുന്ന ആ വ്യക്തികൾ ഒത്തിരി സാമ്പത്തികമായി ക്രമക്കേടിൽ പിടിക്കപ്പെട്ടവരാണ്. But Jesus one day stood in front of the religious guys and legal people and he challenged, who can show any guilt in me? യേശു കർത്താവ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മതത്തിൻ്റെ പണ്ഡിതന്മാർക്കും അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രശസ്ത വ്യക്തികളോടും അവിടെ നിന്ന് യേശു കർത്താവ് പറയാണ്, നിങ്ങളിൽ ആർക്ക് എന്നെ കുറ്റം ആരോപിക്കുവാൻ കഴിയും? He had that moral authority to challenge
all human courts and all human councils. യേശു കർത്താവിന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലോകത്തിലെ കോടതികളെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളെയും വെല്ലുവിളിക്കുവാനുള്ള ഒരു ധാർമ്മികമായ ഒരു ധൈര്യം, ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നു. I know one thing. എനിക്കൊരു കാര്യം അറിയാം. If I am serving Jesus, I am serving a perfect hero. ഞാൻ യേശുവിനെ സേവിക്കുകയാണെങ്കിൽ ഞാൻ പൂർണ്ണനായ ഒരു ഹീറോയെ, ഒരു വ്യക്തിയെയാണ് ഞാൻ പിൻഗമിക്കുന്നത്. There is no one like Jesus in the whole human history. ഈ ഭൂമിയിലെ ഈ മനുഷ്യ ചരിത്രം മുഴുവൻ എടുക്കുകയാണെങ്കിൽ യേശുവിനെ പോലെ ഒരു മറ്റൊരു വ്യക്തിയില്ല. I am proud to be a servant of Jesus. യേശുവിൻ്റെ ദാസനായി ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുകയാണ്. How many of you feel proud to be a child of Jesus? നിങ്ങൾ എത്ര പേർക്ക് യേശുവിൻ്റെ മകനായിരിക്കുന്ന എന്നുള്ള, യേശുവിൻ്റെ പൈതലായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന എത്ര പേരുണ്ട്? Show him your hands. അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തി നിങ്ങളുടെ കരങ്ങളെ യേശുവിന് കാണിച്ചാൽ, Tell him, Lord Jesus, I am proud of you. യേശുവിനോട് പറഞ്ഞ, യേശുവേ അങ്ങയുടെ മകനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. Hallelujah. ഹല്ലേലൂയ. Some people are very shameful to say about Jesus. ഒത്തിരി ആളുകളും യേശുവിനെ പറ്റി പറയുന്നതിൽ, യേശുവിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൽ ഒത്തിരി നാണിക്കുന്ന ആളുകളുണ്ട്. They live a secret Christian life. അവർ ഒരു രഹസ്യ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്. But we should be proud to be a follower of Jesus. എന്നാൽ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നതിൽ, യേശുവിൻ്റെ പിൻഗാമിയാകുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരായിരിക്കും. Because we have the best hero. കാരണം നമ്മുടെ മുമ്പിൽ പൂർണ്ണനായ ഏറ്റവും നല്ലവനായ ഹീറോയാണ് യേശു കർത്താവായി Say നിൽക്കുന്നത്. hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? Somebody said, without Christ we are zeros and with Christ we are heroes. ചില ആളുകൾ പറഞ്ഞു, യേശുവിനെ കൂടാതെ നമ്മളെല്ലാവരും പൂജ്യമാണ്, എന്നാൽ യേശുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും വലിയ വ്യക്തിത്വങ്ങളായി മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. Give the Lord a clap offering. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞാലും, Shout hallelujah to Jesus. കൈകൾ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് യേശുവിനെ ആരാധിച്ചാലും. ഈ അമ്മയുടെ പേര് മോളി ജോൺ എന്നാണ്. ഈ അമ്മയ്ക്ക് 24 വർഷമായിട്ട് തന്നൊരു കടുത്ത ആസ്മ അസുഖബാധിതയായിരുന്നു. സ്മരവും ഉണ്ടായിരുന്നു. അതെ, 24 തൻ്റെ മകളെ പ്രഗ്നൻ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തനിക്ക് കടുത്ത ഇതുപോലെ ആസ്മ ആരംഭിച്ചിട്ട് താൻ 27 ദിവസം ആ സമയങ്ങളിൽ താൻ ICUവിലായിരുന്നു. എനിക്കത് കടുത്ത രീതിയിൽ വർദ്ധിച്ചു. അത് ഓരോ വർഷം ചെല്ലുന്തോറും തനിക്കത് വർദ്ധിച്ചു. അതിൻ്റെ തീവ്രത കൊണ്ട് തനിക്ക് പൊടിയടിക്കാൻ കഴിയില്ല. തണുപ്പ് കാലം തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മഴക്കാലം, തണുപ്പ് കാലമൊക്കെ തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. താനത് ഓരോ വർഷം കഴിയുന്തോറും തൻ്റെ അസുഖം ഇങ്ങനെ കൂടി വർദ്ധിച്ച് വന്നിരുന്നു. തനിക്കിത് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വളരെ കടുത്ത രീതിയിൽ ഈ വലിച്ച് വല്ലാത്ത രീതിയിൽ താൻ ആ അസുഖത്തിൽ ബാധിതയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ഇൻഹെയിലറും താൻ വലിക്കാൻ ആരംഭിച്ചു. അതായത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇൻഹെയിലർ വലിച്ചിട്ടാണ് തൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. താൻ 2013 നമ്മുടെ മൂവാറ്റുപുഴയിൽ നടന്ന ആ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് താൻ ആ ഒരു എൻ്റെ പ്രാർത്ഥനാ ഡയറി താൻ വാങ്ങി. അന്ന് മുതൽ താൻ ഇതിനു വേണ്ടിയിട്ട് അസുഖം മാറാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പറയുന്നത് 2014 ആ ഡേറ്റ് തനിക്ക് കൃത്യം ഓർമ്മയില്ല. ഒരു ദിവസം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡാമിൻ ബ്രദർ ഇങ്ങനെ TV യിലൂടെ പറഞ്ഞു, ശ്വാസം മുട്ട് അസുഖമുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, സ്ക്രീനിന് നേരെ കൈനീട്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. 2014 സംഭവിക്കുന്നത്. ഈ സഹോദരി അന്ന് സ്ക്രീനിൻ്റെ നേരെ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നത്, അന്നു മുതൽ ഇന്ന് വരെ ഏകദേശം 1.5 വർഷമായി തനിക്ക് ആ ശ്വാസതടസ്സമോ ആസ്മയുടെ അസുഖമോ 24 വർഷം നീണ്ടുനിന്ന അസുഖം വന്നിട്ടില്ല. അന്ന് മേടിച്ച ഇൻഹെയിലർ ഇന്നും വീട്ടിലിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുവരെ തനിക്കത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പരിപൂർണ സൗഖ്യം കർത്താവ് തൻ്റെ ജീവിതത്തിൽ നൽകിയെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. 24 വർഷമാണ്ടായിരുന്ന ആസ്മ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും മെഡിസിൻ ഇങ്ങനെ ശ്വാസകോശത്തിലേക്ക് വലിച്ച് ആസ്മ രോഗമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് സൗഖ്യമായിട്ട് മടങ്ങാവൂ. ഈ അമ്മയ്ക്ക് സൗഖ്യം കൊടുത്ത അതേ യേശു നിങ്ങൾക്ക് സൗഖ്യം തരും. ചുമ്മാ അങ്ങ് വിശ്വസിക്കുക.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആസ്മ രോഗികൾ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 24 വർഷമോ അതിലധികമോ ആയവരെല്ലാം സൗഖ്യമാകട്ടെ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ജോലി ലഭിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഒക്ടോബർ 7 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഒക്ടോബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. സകലർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും, ഒരുപക്ഷെ ഹോസ്പിറ്റലായിരിക്കാം, ജയിലിലായിരിക്കാം, ജോലിസ്ഥലത്തായിരിക്കാം, വീട്ടിലായിരിക്കാം, യാത്രയിലായിരിക്കാം, ഏത് രീതിയിൽ ഏത് മാർഗത്തിലൂടെ നിങ്ങളിത് കാണുന്നെങ്കിൽ വി ആർ ഗോയിങ് ടു പ്രേ ടുഗദർ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, തീരാവ്യാധികൾ മാറിപ്പോട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ ചില സഹോദരിമാരിൽ പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ലങ്സിനെ ബാധിച്ചിരിക്കുന്ന, ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, ഏതൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, ഡിസ്കണ്ടിന്യൂ ചെയ്ത ആ കോഴ്സ് എങ്ങനെയെങ്കിലും പാസ്സാകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുന്നു. യു ക്യാൻ ഡു ഇറ്റ് അഗെയിൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ആവശ്യമുണ്ട്, പക്ഷേ ഏതോ രീതിയിൽ തടയപ്പെട്ടിരിക്കുന്നു. ഐ റിലീസ് ഇറ്റ് ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ളവർക്ക് അത്ഭുതകരമായ മക്കളെ കൊടുക്കണമേ. വാട്ട് എവർ ദ മെഡിക്കൽ opinion is, Father, you are the creator. You release babies into their marriage, Father. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്രോണിക്കായി ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ചില രോഗങ്ങൾ, ചെറുപ്പകാലം മുതൽ അതിനു വേണ്ടി മരുന്ന് കഴിക്കുന്ന ചില ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമായി മാറിപ്പോട്ടെ. അപസ്മാരം സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഇത് കൂടാതെ നിങ്ങളധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പക്ഷേ വണ്ണം ഭയങ്കരമായി വെച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ ആ ഹോർമോണുകളുടെ പ്രവർത്തനം കറക്റ്റാവട്ടെ, തൈറോയിഡിൻ്റെ പ്രവർത്തനം കറക്റ്റാവട്ടെ. വലിയ വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. മദ്യപാനത്തിൽ നിന്നും ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ, പുകവലിയിൽ നിന്ന് വിടുതൽ ഉണ്ടാകട്ടെ, മറ്റുള്ള ഡ്രഗ് അബ്യൂസ് അതിൽ നിന്ന് വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സമയത്ത് വിശ്വസിക്കുക. ഉള്ളിൽ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമോ ആ വിഷയത്തിനു വേണ്ടി കർത്താവെ ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതലും അനുഗ്രഹവും കൊടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് കോഴിക്കോടും കുന്നംകുളത്തുമാണ്. തീർച്ചയായും വരണം. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ദൈവപ്രസാദം എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക്, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ദ ഫേവർ ഓഫ് ഗോഡ്, ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ നിങ്ങൾക്കത് ലഭിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 12:30 വരെ വിവിധ സ്ഥലങ്ങളിലുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ വ്യക്തിപരമായി ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ടെമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv.